ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 51-ാമത്തെ ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധവിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. മലയാളം: ഫലേച്ഛ വിട്ട വിദ്വാൻമാർ പല കർമ്മങ്ങൾ ചെയ്തിലും ജന്മബന്ധങ്ങൾ വേറായി നിർമ്മലം പദമേറിടും. ഹി മനീഷിണഃ, മനീഷിണഃ എന്ന ജ്ഞാനികളെയാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയുക്താഃ കർമ്മജം ഫലം ത്യക്ത്വാ ജന്മബന്ധവിനിർമുക്ത അനാമയം പദം ഗച്ഛന്തി. ഹി മനീഷിണഃ എന്താണ്? ഇപ്പം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഫലം ഇച്ഛിക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനികൾ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മഫലം ഉപേക്ഷിച്ചാൽ എന്താണ്? ജന്മബന്ധത്തിൽ നിന്ന് നമുക്ക് മുക്തരാവാം. അങ്ങനെ ദുഃഖമില്ല, സുഖമില്ല, ഒന്നുമില്ല, ദുഃഖരഹിതമായിട്ടുള്ള പരമപദം പ്രാപിക്കുന്നു. ഇതാണ് ഈ പദ്യത്തിൻ്റെ ചെറിയൊരർത്ഥം. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ ജ്ഞാനികളെപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനിൽ സമർപ്പണമായിട്ട് ഈശ്വരന് വേണ്ടി, നമ്മൾ 2-3 ശ്ലോകങ്ങളിലായി പറയുന്നുണ്ട്, ഈശ്വരന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലാണ്ട് ഫലം കാക്ഷിച്ചിട്ടല്ല. സുഖമായാലും ദുഃഖമായാലും എന്ത് അനുഭവം വന്നാലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെയാണ് കർമ്മങ്ങൾ ജ്ഞാനികൾ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനെ സംസാര സാഗരത്തിൽ ബന്ധിക്കുന്ന ഒരു അഹന്തയും സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. നമ്മളുടെ മനസ്സിൽ ഓരോരോ ചിന്തകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അഹങ്കാരം ഉടലെടുക്കുന്നത്. അപ്പോൾ കർമ്മഫലം എന്തായിരിക്കും, എനിക്കിത് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് അഹങ്കാരം വരുന്നത്. അപ്പോൾ അഹങ്കാരമില്ല, ഫലേച്ഛയില്ല, സമബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന കർമ്മയോഗിക്ക് തൻ്റെ വാസനാമാലിന്യങ്ങൾ മുഴുവനും തുടച്ചു നീക്കിയിട്ട് പെട്ടെന്ന് പരമപദത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ഭഗവാൻ എന്താണോ തരുന്നത് അത് ഞാൻ സ്വീകരിക്കും. അപ്പോൾ ഭഗവാൻ ശരിക്കും ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. ഒരു ഉപകരണം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ പോയാൽ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, സൊല്യൂഷൻ ഒഴിക്കുന്നു, ആസിഡ് ആൽക്കലി എല്ലാം യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തണു. അതേപോലെ വേറെ എന്തായാലും ഇപ്പോൾ ഫിസിക്സിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു വെർനിയർ കാലിപ്പേഴ്സ് എടുക്കണു, സ്ക്രൂ ഗേജ് എടുക്കുന്നു, അതുകൊണ്ട് നമ്മൾ അളവ് ശരിയാക്കി തിട്ടപ്പെടുത്തുന്നു, പല പ്രോപ്പർട്ടികളും യൂസ് ചെയ്യാല്ലേ. അതേപോലെയുള്ള ഭഗവാന്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് നമ്മൾ. ഭഗവാൻ ആ ഉപകരണം കൊണ്ട് എന്തൊക്കെയോ ഭഗവാൻ നമ്മളോട് ചെയ്യാൻ പറയുന്നു, അതെല്ലാം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു അനുകൂല ഫലം കിട്ടിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് തോന്നും, അല്ലേ? നമ്മൾ ഫലം പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, ലോട്ടറി എടുക്കും, ചിലപ്പോൾ ബൈ ചാൻസ് ഉണ്ട് 500 അടിക്കും. 500 രൂപ അടിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും, എന്നാൽ ശരി, ഒരു ടിക്കറ്റിന് 50 രൂപയാണ്, എന്നാൽ 10 എടുത്തേക്കാം. അപ്പോൾ പിറ്റേ ദിവസം 10 എടുക്കും. ചിലപ്പോൾ അതിലൊരു 1000 അടിച്ചു എന്ന് വരും. അപ്പോൾ അത്രയും ടിക്കറ്റ് എടുക്കും. അതിങ്ങനെ ഒരു ഭ്രാന്ത് പോലെ പോവും മനുഷ്യന്. ഇതിൻ്റെ പ്രോബബിലിറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ആരും തന്നെ ടിക്കറ്റ് എടുക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഭയങ്കര വിലയും കൂട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ വിഡ്ഢിത്തരാണ്. ഈ സാധാ മനുഷ്യന്മാരാണ് ഞാൻ നോക്കിയപ്പം കൂടുതലായിട്ടും മറ്റുള്ളവരെക്കാളും അഡിക്റ്റഡായിട്ട് പോകുന്നത്. ഈ കള്ളുകുടി പോലെ തന്നെ വേറൊരു അഡിക്ഷനാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കലേ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ കിട്ടും. വീണ്ടും വീണ്ടും പരീക്ഷിക്കാൻ തോന്നുകയാണ്. എന്താണ്? അനുകൂല ഫലം വന്നോടെ, അനുകൂല ഫലം വന്നപ്പോൾ വീണ്ടും വീണ്ടും കിട്ടുമെന്ന് തോന്നുകയാണ്. പക്ഷേ നാളെ അടിച്ചില്ല എന്നും വരാമല്ലോ, ഫലം വിപരീതമായിട്ടും വരാം. അപ്പോൾ കർമ്മം ചെയ്യുക, ഫലം എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അതും ഭഗവാൻ തരുന്നതാണല്ലോ. കർമ്മം ചെയ്യിക്കുന്നതും ഭഗവാനാണ്, ഫലം തരുന്നതും ഭഗവാനാണ്. അപ്പോൾ നല്ല അനുകൂലമായിട്ടുള്ള ഫലം വന്നാൽ സ്വീകരിക്കുക, വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം എപ്പോഴും ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ശാന്തി, സമാധാനം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മനീഷികൾ എന്നവിടെ പറഞ്ഞത്.
എന്നാൽ ശരി, അവർ ഇത്രയും ഉയർന്ന തലത്തിലെത്തിയ ആൾക്കാരാണെങ്കിൽ കർമ്മം ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഭാണ്ഡം തന്നു വെച്ചിട്ടുണ്ടല്ലോ, പുണ്യങ്ങളും പാപങ്ങളൊക്കെ ഉള്ള ഒരു ഭാണ്ഡമായിട്ടാണല്ലോ നമ്മൾ ഓരോ ജനനും എടുക്കുന്നത്. ആ ഭാണ്ഡത്തിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകണം. നമ്മളുടെ പാപങ്ങൾ, മനസ്സിലുള്ള വാസനകൾ മുഴുവനും കർമ്മം ചെയ്ത് തന്നെ ഒഴിക്കണം. പിന്നെ മുഴുവനും ആ സഞ്ചി ഒഴിഞ്ഞു കഴിയുകയാണെങ്കിൽ നമുക്ക് ജനനം ഉണ്ടാവില്ല, മരണവും ഉണ്ടാവില്ല. പെട്ടെന്ന് മുക്തി നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് 51-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി 52-ാമത്തെ ശ്ലോകം. യഥാ തേ മോഹകലിലം വ്യതിദരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഹൃദയം മോഹകാലുഷ്യക്കുറവിട്ടൊളി ചിന്തവേ വിരക്തി ഫലജാലത്താൽ വരുമെല്ലാ വിധത്തിലും. യഥാ തേ ബുദ്ധി മോഹകലിലം വ്യതിദരിഷ്യതി തഥാ, എപ്പോഴാണോ നിൻ്റെ ബുദ്ധി അജ്ഞാനദോഷത്തെ അതിക്രമിക്കുന്നത് അപ്പോൾ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച നിർവേദം ഗന്ധാസി, കേൾക്കേണ്ടതിലും കേട്ടതിലും നമുക്ക് ഉദാസീന ഭാവം, അതായത് വിരക്തി, വൈരാഗ്യം കൈവരും. ഇതാണ് 52-ാമത്തെ ശ്ലോകം. അപ്പോൾ ബുദ്ധിയിലുള്ള നമ്മുടെ മോഹമാകുന്ന കാലുഷ്യം മുഴുവനായിട്ടും മാറുമ്പോഴാണ് നമുക്ക് വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി കൈവരുന്നത്. അവിടെ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച എന്നാണ്. ശ്രോതവ്യം എന്ന് പറഞ്ഞാൽ നമ്മളിതുവരെ കേൾക്കാത്തത്, കേൾക്കാൻ പോകുന്നത്, കേട്ടിട്ടില്ല ഇതുവരെ, കേൾക്കാൻ പോകുന്നത്, അതായത് ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്ന സകല വിഷയങ്ങളും. ശ്രുതം എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞത്, പാസ്റ്റ്, ഇന്നുവരെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ വിഷയങ്ങൾ. ഇത് രണ്ടിലും നമുക്ക് എന്ത് വേണം? ഉദാസീന ഭാവം കൈവരും. എപ്പോഴാണ് ഉദാസീന ഭാവം കൈവരുന്നത്? നമ്മൾ അജ്ഞാനദോഷത്തെ അതിക്രമിക്കുമ്പോൾ, അതായത് എല്ലാം സമചിത്തതയോടെയാണല്ലോ നേരിടുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പ്രശ്നമല്ല. പാസ്റ്റില്ല, ഫ്യൂച്ചറില്ല. ഇപ്പോൾ എന്തെല്ലാം നമ്മൾ ജീവിക്കുന്നത്? വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് തന്നെ ഒരു വ്യാമോഹത്തിൽ കുടുങ്ങിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? മായ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ടോ മായ ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം മായയാണ്. കാരണമായ മായ അവ്യക്തമാണ്, അതിനെ കാണാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കാര്യമായിട്ടുള്ള മോഹങ്ങൾ നമ്മളിലൂടെ പ്രകടമാവുകയും ചെയ്യും. അപ്പം നമ്മുടെ ബുദ്ധിയിലൊരു മറയായിട്ടാണ് ഈ മായ അവിടെ ഒരു ആവരണം പോലെ ഇരിക്കുകയാണ്. അതിനെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളതെല്ലാം ആത്മാവാണെന്ന് കരുതിയിട്ട് നമ്മുടെ മനസ്സ് ഭ്രമിക്കാൻ തുടങ്ങും. ഇതിനെയാണ് ഈ ശക്തി വിശേഷമാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ മനസ്സ് ശുദ്ധമാവുമ്പോൾ നമുക്ക് പരമാത്മാവ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അതായത് നമ്മൾക്കിപ്പോൾ തണുപ്പാണ്, ഇത്തിരി വെയിൽ കായണം. ഇപ്പോൾ വെയിലില്ല, ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ തീ കായുമല്ലേ. തീ കായുമ്പോൾ എന്താ പ്രശ്നം? പുകയുണ്ടാവും കുറച്ച്. ശരി, കുറച്ച് കഴിഞ്ഞപ്പോൾ കാർമേഘങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ മേഘമൊന്നുമില്ല, അതിന് പകരം സൂര്യൻ പുറത്തു വന്നു. അപ്പോൾ നമുക്ക് സന്തോഷമായി, വെയിൽ കായാം. എന്നാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്നിൽ നമ്മൾ ആ പുകയുടെ ദോഷം കൂടെ ശ്വസിക്കേണ്ടി വരും. സൂര്യൻ്റെ വെയിലാണെങ്കിലോ അതില്ല. അതായത് പരമമായിട്ടുള്ള ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ പറ്റിയിട്ടും ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട കാര്യങ്ങളില്ല എന്നർത്ഥം. അപ്പോൾ വൈരാഗ്യം എങ്ങനെയാണ് കൈവരുന്നതെന്നുള്ളത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ ശ്ലോകത്തിൽ. ഇപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തോന്നുന്നു അച്ഛനും അമ്മയും എന്നെ നല്ലോണം സ്നേഹിക്കുന്നു, മറ്റുള്ള കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഭർത്താവ് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്തൃബന്ധം, ഇതെല്ലാം കുട്ടികൾ നമ്മളെ സ്നേഹിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സങ്കല്പങ്ങളാണ്. നമ്മൾ സങ്കല്പിക്കുകയാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരും സങ്കല്പിക്കുന്നു, നമ്മളും സങ്കല്പിക്കുന്നു. അത് എന്താണ്? ആ സങ്കല്പം കൊണ്ട് നമുക്ക് ഒരു ജീവിതത്തിലൊരു സന്തോഷം തോന്നുന്നു, നമുക്ക് ജീവിതം ഇനിയും ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യം വരികയും ചെയ്യുന്നു അവിടെ. പക്ഷേ അത് സങ്കല്പം മാത്രമാണ്. നമ്മൾ പണ്ട് പറയുന്ന പോലെ സ്വപ്നം മാത്രമാണത്.
അല്ലേ? അങ്ങനെ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഫൈനലി എന്താണ്? തൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ എന്ന് സങ്കല്പിക്കാൻ ശ്രമിക്കേണ്ടത്. മറ്റേതുപോലെ തന്നെ മാതാപിതാക്കളെ പറ്റിയിട്ടും മക്കളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന അതേപോലെ ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ ആരെ സ്നേഹിക്കേണ്ടത്? എൻ്റെ ഉള്ളിലുള്ള ജീവൻ ഈശ്വര ചൈതന്യമുണ്ട്, അതിനെ സ്നേഹിക്കുക, അത് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക, എന്നിട്ട് അത് സാധ്യമാക്കാനുള്ള പ്രയത്നം ചെയ്യുക. അത് മാത്രമാണ് സത്യം. മറ്റുള്ളതൊന്നും സത്യമല്ല. അതൊക്കെ ഒരു ആവരണം മാത്രമാണ്. ഇതാണ് നമ്മുടെ സത്യം. അപ്പോൾ മറ്റുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ട് ഈശ്വര ചിന്തയിൽ മാത്രം നമ്മൾ വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് വരും? പരമാനന്ദം കൈവരും. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ മനസ്സമാധാനം നേടുന്നുണ്ട് എന്ന് കഴിഞ്ഞൊരു ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഉണർന്നാലും നമുക്ക് ആനന്ദം കൈവരും. അപ്പോൾ ശാന്തി കൈവരും. ഒന്നും നേടാതെ തന്നെ ശാന്തി കൈവരിക്കില്ലേ? അതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വിഷയസുഖങ്ങൾ ഓർത്തുകൊണ്ടോ അല്ലെങ്കിൽ അത് പാസ്റ്റ് ഇനി അനുഭവിച്ചിട്ടില്ലാത്തതിനെപ്പറ്റി കൊതിച്ചുകൊണ്ടോ നമ്മുടെ ഈ വർത്തമാനകാലം മുഴുവനും ആരും വേസ്റ്റാക്കാറില്ല എന്ന്. കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിച്ചോ ഭാവിയിൽ വരാനിരിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചോ ഒരു കർമ്മയോഗിയും തൻ്റെ ഇപ്പോൾ ജീവിക്കുന്ന വർത്തമാനകാലം പാഴാക്കാറില്ല അർജുന. അതുകൊണ്ട് അർജുനോട് ഉപദേശിക്കുകയാണല്ലോ, നീ യുദ്ധത്തിന് തയ്യാറാവോ. ഇനി 53-ാമത്തെ ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. വേദം ചൊല്ലും കർമ്മമാർഗം വിട്ടു നിൻ ബുദ്ധി നിത്യമായി ആത്മാവിൽ സ്ഥിരമായെന്നാൽ ആത്മസാന്നിധ്യമേറ്റിടും. ശ്രുതി വിപ്രതിപന്ന തേ ബുദ്ധി യഥാ സമാധോ നിശ്ചല അചലാസ്ഥാസ്യതി തഥാ യോഗം അവാപ്സ്യസി. ഇതുവരെ അനുഭവിച്ച ലൗകിക വിഷയങ്ങളുടെ സ്മരണകളുണ്ടെങ്കിലും അതെല്ലാം കേട്ട് ആത്മസ്വരൂപത്തിൽ തന്നെ ഇളകാതെ നീ സ്ഥിരമായി നിൽക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നീ യോഗം പ്രാപിക്കും. അതായത് ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കാൻ പലതരത്തിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും ചലിക്കാതെ എപ്പോഴും സമചിത്തതയോടെ നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് യോഗികളായി എന്ന് പറയാം, അല്ലെങ്കിൽ യോഗം കൈവന്നു എന്ന് പറയാം. എപ്പോഴും വിഷയങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുമല്ലോ. നമുക്ക് ജീവിക്കേണ്ടി വന്നാലും അത് അനുഭവിക്കുമ്പോഴും മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ നമ്മൾ ജീവിതം തുടരണം എന്നാണ് പറയുന്നത്. അതായത് കർമ്മകാണ്ഡങ്ങളിൽ കൂടെ നമ്മൾ കർമ്മകാണ്ഡങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അതിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ എപ്പോഴും മനസ്സമാധാനം കിട്ടാതിരിക്കുന്ന വഴികളും ധാരാളം വരും. കിട്ടുന്ന വഴികളും മനസ്സമാധാനം കിട്ടുന്നതും വരും, കിട്ടാതിരിക്കലായിരിക്കും കൂടുതലുണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു, വഴിപാട് കഴിക്കുന്നു. നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ പിന്നെയും ചാഞ്ചല്യം തുടങ്ങി. അതായത് ഞാനിപ്പോൾ എല്ലാ നടക്കിലും പൈസ ഇടണോ? ഭഗവാൻ പൈസയൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും എല്ലാ നടക്കിലും ഇടണോ? ഒരു നടക്കിലിട്ട് മറ്റേ നടക്കിലിട്ടില്ലെങ്കിൽ ആ ഭഗവാൻ എന്തെങ്കിലും തോന്നുമോ? ഇപ്പം നമ്മൾ കൃഷ്ണനെ മാത്രം പൂജിക്കാൻ പാടുമോ? അപ്പുറത്ത് വേറെ ദൈവങ്ങളുണ്ടല്ലോ, സബ് അല്ലേ, ശിവനുണ്ട്, സരസ്വതി ഉണ്ട്, അങ്ങനെ പല ദൈവങ്ങളും ഉണ്ട്. പരമശിവനും പ്രതിഷ്ഠയുണ്ട്, പാർവതി ദേവിയുണ്ട്, അയ്യപ്പസ്വാമി ഉണ്ട്, അപ്പുറത്ത് സരസ്വതി ദേവിയുണ്ട്. ഇത് അവരെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല, പൂജിക്കും, പക്ഷെ അവർക്ക് വഴിപാട് നടത്തിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വഴിപാട്, ഇവർക്ക് മാത്രം വഴിപാട് ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നുള്ളൂ, അത് മെയിൻ നടക്കിൽ ചെയ്തു. അപ്പോൾ മറ്റുള്ളയിടത്തൊന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? അതേപോലെ തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ വിഭ്രമം വന്നുകൊണ്ടേയിരിക്കും. ഇത് ശരിക്കും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു പ്രതിഷ്ഠ. അത് ഏത് വിഗ്രഹമായാലും കുഴപ്പമൊന്നുമില്ല, അതിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് എനർജി വരും. ആ എനർജി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ധ്യാനിച്ചിരിക്കുന്നത്
അവിടെ നിന്നുള്ള പോസിറ്റീവ് എനർജി എന്നിലേക്ക് എത്താനാണ് എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. ഒരാൾക്ക് വഴിപാട് ചെയ്തു, ഒരു ദേവൻ്റെ നടക്കിൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്ന് വഴിപാടേ ചെയ്തില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ നമ്മളെങ്ങനെ എന്താ പറയുക, വിഭ്രാന്തിയിൽ ഇങ്ങനെ കൊണ്ടുപോയിടുകയാണ് ഈ മായ. നമ്മൾ അതിൻ്റെയൊക്കെ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് വീട്ടിലിരുന്ന് ഒരു രൂപമില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പൂജാമുറി അല്ലെങ്കിൽ ഒരു വിഗ്രഹം, ഇതാണ് കൃഷ്ണൻ്റെ വിഗ്രഹം എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടും. ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു എങ്ങനെയാണ് പോസിറ്റീവ് എനർജി ഏതുവരെ വരും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നേടിയിട്ട് എൻ്റെ മനസ്സിനെ സമചിത്തത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ അർജുനന് കൊടുത്തപ്പം അർജുനൻ്റെ വിഷമം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നി. അതായത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ കേൾക്കാൻ എന്നുള്ള പോലെ, നല്ല കാര്യങ്ങളാണല്ലോ ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്നാൽ ശരി, ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്ഥിതപ്രജ്ഞൻ? അതിൻ്റെ സ്വരൂപം എന്താണ് എന്നറിയാനുള്ള ഒരാഗ്രഹം അർജുനന് കിട്ടി. അപ്പോൾ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അർജുനൻ ചോദിക്കുന്നതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഉത്സാഹം കൂടിക്കൂടി വരികയാണ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഉത്തരമാണ് ഇനി ഭഗവാൻ പറയുന്നത്. അടുത്ത ദിവസം പറയാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.